പള്ളിക്കാട്ടിലെ മീസാൻ കല്ല് പറഞ്ഞ ഒരു കഥ. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും മതിർവരമ്പിൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് ഞാൻ. എന്നെ ഇവിടെ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ എനിക്കു ചുറ്റും അത്തറിൻ്റെയും കസ്തൂരിയുടെയും മണമായിരുന്നു. പ്രിയപ്പെട്ടവർ കണ്ണീരോടെ വിട പറഞ്ഞു പോകുമ്പോൾ അവരുടെ കാലൊച്ചകൾ പതുക്കെ പതുക്കെ മായുന്നത് ഞാൻ കേട്ടു. ഒടുവിൽ ഈ 6 അടി മണ്ണിൻ്റെ നിശബ്ദതയിൽ ഞാനും എൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ആ ആത്മാവും മാത്രമായി മാറി. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന സലാം ചൊല്ലി ആരെങ്കിലും കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ കുളിർമഴ പെയ്യും. എൻ്റെ ചുവട്ടിലുറങ്ങുന്ന ആൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ നടത്തുന്ന ഓരോ ദുആയും മുകളിൽ ആകാശത്ത് നിന്ന് ഒരു പ്രകാശമായി എൻ്റെ മേൽ വന്നു പതിക്കും. അവൻ ഭൂമിയിൽ വെച്ച് ഓതിയ ഖുർആൻ സൂക്തങ്ങൾ ഇപ്പോൾ അവന് കൂട്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം പാതിരാത്രിയിൽ പള്ളിമിനാരങ്ങളിൽ നിന്ന് തൗഹീദിൻ്റെ മന്ത്രം ഒഴുകി വരുമ്പോൾ ഈ മണ്ണിൽ നിന്നൊരു പ്രത്യേക സുഗന്ധമുയരാറുണ്ട്. അത് പുണ്യവാന്മാരുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്ന സ്വർഗീയ സുഗന്ധമാണ്. ചില നേരങ്ങളിൽ എൻ്റെ അരികിൽ വന്നിരുന്ന് ആരോ വിതുമ്പുന്നത് ഞാൻ അറിയാറുണ്ട്. ഉപ്പാ, മകനേ എന്നുള്ള വിളികൾ എന്നെയും നനയിക്കും. അപ്പോൾ എനിക്ക് അവരോട് പറയണമെന്ന് തോന്നും, സങ്കടപ്പെടരുത്, അവൻ തനിച്ചല്ല, അവൻ ചെയ്ത നന്മകൾ ഇവിടെ അവന് തണലൊരുക്കുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന സ്വതക്കയും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഇവിടെ അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഭൂമിയിൽ മനുഷ്യൻ പദവിക്കും പണത്തിനും വേണ്ടി ഓടുമ്പോൾ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. രാജാവായാലും പ്രജയായാലും ഒരേ മണ്ണ്, ഒരേ വിരിപ്പ്. എൻ്റെ ശരീരത്തിൽ കോറിയിട്ടിരിക്കുന്ന പേരും തീയതിയും ഒരു നാൾ മാഞ്ഞുപോയേക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്ന ആ നിമിഷം വരെ ഞാൻ ഈ ആത്മാവിന് കാവലിരിക്കും. ഓരോ വെള്ളിയാഴ്ചയും സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ഖബർസ്ഥാൻ കൂടുതൽ ശാന്തമാകും. മരിച്ചുപോയവർ അവരുടെ പ്രിയപ്പെട്ടവരുടെ വരവിനായി കാത്തിരിക്കുന്ന നേരം, അന്ന് ആരെങ്കിലും വന്നെനിക്ക് മുകളിൽ അല്പം വെള്ളമൊഴിക്കുകയോ ഒരു ചെറിയ ചെടി നടുകയോ ചെയ്യുമ്പോൾ ആ ചെടി അള്ളാഹുവിനെ സ്തുതിക്കുന്നത് ഈ മണ്ണിലെ ഇരുട്ടിനെ അകറ്റുന്നു. മനുഷ്യരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നടന്നു പോകുന്ന ഈ മണ്ണിലേക്ക് ഒരു നാൾ നിങ്ങൾക്കും മടങ്ങി വരേണ്ടതുണ്ട്. അന്ന് നിങ്ങളെ പൊതിയുന്ന കഫംപുടവയെക്കാളും നിങ്ങളുടെ തലക്കൽ നിൽക്കുന്ന എന്നെപ്പോലെയുള്ള കല്ലുകളെക്കാളും നിങ്ങൾക്ക് ഉപകരിക്കുക നിങ്ങൾ ചെയ്തു വച്ച നന്മകൾ മാത്രമായിരിക്കും.